ഗൈസ് വെൽക്കം ബാക്ക് മച്ചാമാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഏപ്രിൽ 1 നിന്നലെ നമ്മളൊരു സബ്സ്ക്രൈബറിൽ ലൈവിൽ വന്നപ്പോഴാണ് പറഞ്ഞത്. അപ്പൊ മച്ചാമാരെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ പ്രാങ്ക് ആക്കിയോ പറ്റിച്ചോ എന്നൊക്കെ ജസ്റ്റ് കമന്റ് ചെയ്യുക നിങ്ങളുടെ. അപ്പൊ അതുപോലെ തന്നെ പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ജസ്റ്റ് കമന്റ് ചെയ്യുക മച്ചാമാരെ. അപ്പൊ ഇനി ഞാൻ എന്താ പറയാ, നമ്മുടെ രാത്രി 8 മണിക്ക് ലൈവ് പറ്റുന്ന പോലെ ഉറപ്പായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാൻ നോക്കാം. ഇന്നലെ ഞാൻ വന്നായിരുന്നു. അപ്പൊ എന്താ പറയാ, നമ്മുടെ നെറ്റിന്റെ ഒരു ചെറിയ സീൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വരാണ്ടിരുന്നത്. പക്ഷെ നമ്മൾ എന്തായാലും ഉഷാറാക്കും വരും. അപ്പൊ മെയിൻ്റനൻസ് ലൈവ് ഉണ്ട് നമ്മുടെ വ്യാഴാഴ്ച. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യാം. അപ്പൊ നമ്മുടെ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പേ നിങ്ങൾ എല്ലാവരും നമ്മുടെ ലൈവ് ലൈക്ക് അടിച്ചില്ല, എല്ലാവരും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ് ചെയ്യില്ല, എല്ലാവരും സബ് ചെയ്യുക. റോഡ് ടു നമ്മൾ 10K ആണ്. അപ്പൊ എല്ലാവരും ഉഷാറാക്കണം, മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മുടെ വ്ലോഗിനകത്ത് നമ്മൾ ഓൾറെഡി വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നമ്മുടെ സെക്കൻഡ് ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പക്ഷേ അവരപ്പോ ഈ ഒരു വീഡിയോയിലും നമ്മൾ ഗിവ് അവേ നടത്തുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഇന്നത്തെ ഗിവ് എന്ന് വെച്ചാൽ നമ്മൾ ഒരാൾക്ക് പെപ്പിന്റെ ഒരു പാക്ക് 2 പേർക്ക് 89 റെഡീം കോഡാണ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. റൂൾസ് ഒന്നുമില്ല നമ്മുടെ, അതായത് ഗൈസ് ഈ ഒരു വീഡിയോക്ക് 1K ലൈക്ക് ആവുക, നിങ്ങൾ എല്ലാവരും കമന്റും ചെയ്യുക. അപ്പൊ നമ്മൾ അതിൽ നിന്ന് എടുക്കുന്ന 3 പേരെ ആയിരിക്കും സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഗിവ് അവേ നൽകുക. അപ്പൊ നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് 1K ലൈക്കാണ് ഗൈസ്. നമ്മുടെ മുന്നത്തെ വീഡിയോക്കൊക്കെ നിങ്ങൾ ഓൾറെഡി 1K ലൈക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലത്തെ ഒരു സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് ഇറക്കാം മച്ചാമാരെ. അപ്പം ആദ്യം തന്നെ പറയാനുള്ള, നിങ്ങൾക്കറിയാം നമ്മുടെ റൊണാൾഡോന്റെ ജുവന്റസിന്റെ പാക്ക് ഓൾറെഡി ഡാറ്റാബേസിൽ വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ നോക്കിയപ്പോഴാണ് ഇതേപോലെ ഒരു സംഭവം കണ്ടായിരുന്നു, എപ്പിക് യങ് ഗോട്ട് എന്ന് പറഞ്ഞിട്ട്. ഇത് സംഭവം ചാനൽ ആർട്ട് ആണ്. പക്ഷെ ഈ ഒരു 2 കാർഡുകൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ ഒരു മെസ്സിയുടെ കാർഡ് എന്തായാലും ഷുവർ ആയിട്ടും വരും. കാരണം ഇതേ ടൈമിൽ, അതായത് ഏപ്രിൽ ഒരു സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇനിയിപ്പം മേജർ അപ്ഡേറ്റ് വരാൻ പോകണം. അപ്പൊ നിങ്ങളെല്ലാവരും നല്ല സ്പേസ് ഒപ്പിച്ചു വെക്കുക. കാരണം ഏകദേശം പറഞ്ഞു കേട്ട് വെച്ചൊരു 3.5 GB ഒരു അപ്ഡേറ്റ് ഉണ്ടാവുന്ന കേട്ടെ. iOS യൂസേഴ്സിനും ആൻഡ്രോയിഡ് യൂസേഴ്സിനും എന്തായാലും 2 GB ഉണ്ടാവും. കാരണം കൊനാമി അല്ല ഗൈസ്. അപ്പം ഇനിയിപ്പോ ഗൈസ് 2 ക്യാമ്പയിൻ ആണുള്ളത്. നമ്മുടെ ഈദ് കഴിഞ്ഞതുകൊണ്ട് ആ ഒരു ക്യാമ്പയിൻ ഇതുവരെ വെച്ചിട്ടില്ല. ആ ക്യാമ്പയിൻ വരേണ്ട ടൈം ആയിട്ടുണ്ട്. കാരണം ഓൾറെഡി അവർ ഇൻസ്റ്റാ ഒഫീഷ്യൽ പേജ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കഴിഞ്ഞ പ്രാവശ്യം ഇതേ ടൈമിൽ നമ്മൾ ഓൾറെഡി അവർ വെച്ചതാണ്, പക്ഷെ വന്നിട്ടില്ല. അപ്പൊ ഗൈസ് റൊണാൾഡോയുടെ മെസ്സിയുടെ ഒരു കാർഡ് ഉണ്ട് ഓൾറെഡി. അതിനുശേഷം ഗൈസ് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഏതൊക്കെ കാർഡുകളാണ് ഞാൻ കണ്ടതിന്റെ ഇത് കാണിച്ചു തരാം മച്ചാമാരെ. പിന്നെ ഓൾറെഡി ഇവരിപ്പം ഡ്രാഗൺ ബോൾ എന്ന് പറഞ്ഞൊരു സംഭവം ഓൾറെഡി ചൈനീസിലൊക്കെ വന്നിട്ടുണ്ട്. നിലവിൽ ഇത് വന്നിട്ടില്ല. നമുക്ക് എന്തായാലും നോക്കാം, ഈ ഒരു കാർഡ് വരുമെന്ന് തന്നെയാണ് കേട്ടത്. അതുപോലെ ഗൈസ് നമ്മുടെ പോർച്ചുഗലിന്റെ, അതായത് പോർച്ചുഗലിന്റെ നമ്മുടെ ഡെക്കോ മനിച്ചി റൊണാൾഡോയുടെ ഒരു കാർഡ് ഫിഫയായിട്ട് നമ്മുടെ കൊനാമി അവര് ഇത് ചെയ്തിട്ടുണ്ട്, കൊളാബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മിക്കവാറും ചാൻസ് ഉള്ള ഒരു കാർഡ് വേർഷനാണ്. പിന്നെ ഓൾറെഡി ഗൈസ് ഇത് കൺസെപ്റ്റ് ആയിട്ടാണ് തോന്നുന്നു. ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ കണ്ടതാണ് മറഡോണ, നെയ്മറിന്റെ, കഫൂടെ ഒരു കാർഡ് നമ്മുടെ ക്യാപ്റ്റൻ ഡെസ്പോസിന്റെ ആണ്. പിന്നെ NR എന്നും പറഞ്ഞ് ഒരു എപ്പിക് ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പം അതും ചാൻസ് ഉള്ളൊരു കാർഡാണ്. കാരണം റൊണാൾഡോ ഒരു കാർഡ് ജുവന്റസ് പാക്കുമായിട്ട് ഡാറ്റാബേസിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം. പിന്നെ ഗൈസ് നിങ്ങൾക്കറിയാം ഇംഗ്ലീഷ് ലീഗ് ഗാർഡിയൻസിന്റെ ഒരു പാക്ക് ഇതുവരെ ഇവർ കൊണ്ടുവന്നിട്ടില്ല. പീറ്റർ ചെക്കൊക്കെ ഉള്ളൊരു കാർഡാണ്. അപ്പൊ മിക്കവാറും നമുക്ക് ഈ ഒരു കാർഡ് ഈ അടുത്ത് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ മച്ചാമാരെ ഓൾറെഡി ലിവർപൂളിന്റെ ഒരു മാനേജർ പാക്കാണ് നമ്മുടെ ഡാറ്റാബേസിൽ വന്നിട്ടുണ്ട്. പിന്നെ ഗൈസ് നമ്മുടെ റയലിന്റെയും മാൻഡ്രിഡിന്റെ ഒരു പാക്ക് നിങ്ങൾക്കറിയാം, ഇത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ വന്നൊരു കാർഡാണ്. അല്ല വന്നിട്ടില്ല, ഇതിന്റെ ഒരു അപ്ഡേറ്റ് വന്നതാണ്. അപ്പൊ നിലവിൽ ഈ ഒരു കാർഡ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഗൈസ് സാമുറായി ബ്ലൂ എന്ന് പറഞ്ഞ ജപ്പാന്റെ ഒരു പാക്ക് ഉണ്ട്. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. ക്യു കൗണ്ടർ ആണ് മച്ചാമാരെ. ക്യു കൗണ്ടർ ലോങ് ബോൾ കൗണ്ടർ യൂസ് ചെയ്യാം. പിന്നെ ഗൈസ് നിങ്ങൾക്കറിയാം നമുക്കിനി ഇപ്പോ അടുത്ത ഗ്യാസ്പറിന്റെ ഒരു മാനേജർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് മാനേജർ ലിസ്റ്റ് കൂടെ നമ്മൾ ഇതിനകത്ത് ഇടുന്നുണ്ട്. കാർലോ ആൻസലോട്ടി, നമ്മുടെ സിദാന്, പിന്നെ നമ്മുടെ വാൻ ബാസ്റ്റൻ. ഓൾറെഡി ഗൈസ് ഈ ഒരു കാർഡിൽ നിന്നാണ് നമ്മുടെ കഴിഞ്ഞ ദിവസം ഗ്യാസ്പറിനെ ഒക്കെ വന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നിലവിൽ ഉറപ്പിക്കാം. പിന്നെ ഗൈസ് യൂറോപ്യൻ ഗാർഡിയൻസിന്റെ നമ്മുടെ ബെർഗോമി, ബർജുവൻ ഇവരൊന്നും വന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കറിയാം നമ്മൾ പറഞ്ഞ അതേ പാക്ക് തന്നെ പിർലോയുടെ ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഗൈസ് നാഷണൽ മിഡ്ഫീൽഡേഴ്സ് ആണ് ഇതുവരെ കൊണ്ടുവരാത്ത ഒരു കാർഡാണ്. അപ്പൊ പെഡ്രി, വാൽവerde, പിന്നെ നമ്മുടെ മിറ്റോമ കേട്ടോ, ഇവരൊക്കെയാണ് നമ്മുടെ ലിസ്റ്റിൽ കിടക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരാഴ്ച നമ്മുടെ മെയിൻ്റെനൻസിന് ശേഷം ഈ ഒരു കാർഡ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഗൈസ് നിങ്ങൾക്കറിയാം ഓൾറെഡി നമ്മുടെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു അംബാസഡർ ആണ്. അപ്പൊ ഈ ഒരു പാക്ക് വരാൻ ചാൻസ് ഉണ്ട്, ഹൈലൈറ്റ്. അപ്പൊ എന്തായാലും നമുക്ക് ഉറപ്പിക്കാം മിക്കവാറും ഗൈസ് ഈ ഒരു കാർഡ് ഫ്രീ തരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗൈസ് നമ്മുടെ എപ്പിക് റൊണാൾഡീനിയോ, നിങ്ങൾക്കറിയാം റൊണാൾഡീനിയോ കേരളത്തിൽ വന്നിരുന്നു. അപ്പൊ മാച്ചൊക്കെ അപ്പൊ നിങ്ങൾ കണ്ടാലൊക്കെ ഉറപ്പായിട്ട് കമന്റ് ചെയ്യാം നമ്മുടെ വീഡിയോസിലൊക്കെ. അപ്പൊ ഇങ്ങനെ ഒരു കാർഡ് പ്രതീക്ഷിക്കാം. കാരണം ഓൾറെഡി നമ്മുടെ കൊനാമി ഒരു ഒഫീഷ്യലി അവർ പറഞ്ഞിട്ടുള്ള ഒരു കാർഡാണ് റൊണാൾഡീനിയോന്റെ. അപ്പം മിക്കവാറും ഈ ഒരു കാർഡ് വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്നൊരു കാര്യം മച്ചാമാരെ, കഴിഞ്ഞ ദിവസം ഞാൻ ഡാറ്റാബേസിൽ നോക്കുമ്പോൾ നമ്മുടെ ഇന്നലെ വന്ന പാക്കുകൾ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പൊ മിക്കവാറും നമ്മുടെ റൊണാൾഡോയുടെ ഉറപ്പായിട്ട് ഷുവർ ആയിട്ട് വരും. കാരണം ഇതേപോലെ ഡാറ്റാബേസിൽ എത്തിയതാണ്. അപ്പൊ നമുക്ക് 100% ഉറപ്പിക്കാം. പക്ഷെ ടൈം എപ്പോഴാണെന്ന് മാത്രം പറയാൻ പറ്റില്ല. മിക്കവാറും അപ്ഡേറ്റിന് ശേഷം അവർ കൊണ്ടുവരുള്ളൂ. പിന്നെ ഗൈസ് നമ്പർ 9 എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ടൈം വന്നിട്ടുണ്ട്. പിന്നെ ഗൈസ് നമുക്ക് ഒരു
എന്താ പറയാ 900 മില്യൺ ഡൗൺലോഡ് ക്യാമ്പയിന് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സ്നൈഡർ ഡേവിഡ് ബില്ലി ഒക്കെ തന്നില്ല 26 ഫ്രീ ട്രൈ. അതുപോലെ ഒരു ട്രൈ ഇതിനകത്ത് തരുമെന്നാണ് കേട്ടത്. അപ്പൊ എന്തായാലും ഇത് വരട്ടെ, കാരണം ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒട്ടനവധി യൂസേഴ്സിന് എല്ലാവർക്കും കിട്ടുന്ന ഒരു ചാൻസ് ആണ്. അപ്പൊ നമ്മൾ അതിന്റെ ട്രിക്ക് വീഡിയോ ഒക്കെ ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ ഇടാം. അപ്പം എന്തായാലും ഇത് വരട്ടെ. 540 ലോഹിം പ്രസന്റ് ഒക്കെ ഉണ്ടെന്നാ കേട്ടെ. അപ്പൊ എന്തായാലും വരട്ടെ. 450 ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് ഉണ്ട്. അത്യാവശ്യം നല്ല കോയിന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ്. പിന്നെ ഓൾറെഡി നമ്മുടെ മേജർ അപ്ഡേറ്റിൽ ജോയിൻ്റെത് CR7 വരുമെന്നാണ് കണ്ടത്. ഇത് കണ്ടോ റീ ലൈസൻസ് കണ്ടു. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ഗിവ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാനിവിടെ മൈക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ മച്ചാനെ സൗണ്ട് ക്വാളിറ്റി ഇപ്പൊ ഇംപ്രൂവ് ചെയ്തെന്ന് ജസ്റ്റ് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം, നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും 1K ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് അതുപോലെ തന്നെ ലൈവ് ആയിട്ട് ഉഷാറായി വരുന്നവരെ എല്ലാവരും ഉഷാറാക്കുക. അപ്പൊ എല്ലാവരും നമ്മുടെ വ്ളോഗൊക്കെ കാണുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഗൈസ്.